ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മഹൽ കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം അടിമാലിയിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും ഒരുക്കി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മല്ലഹ് കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം നടന്നത്. പോയ വർഷങ്ങളിലും മീലാദ് റസൂൽ സംഗമം നടന്നിരുന്നു. പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടന്നു. പതാക ഉയർത്തലോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു. DKLM അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി പതാക ഉയർത്തി. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KH അലി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് രാജ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ നടക്കുമ്പോൾ വിശിഷ്ടാതിഥിയായി ഞാനും ഇവിടെ പങ്കെടുത്തിരുന്നു. മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനത്തിൻ്റെ ഭാഗമായി മീലാദ് റസൂൽ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ പഴമ്പള്ളിത്താഴം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫാദർ ജോബിൻ മർക്കോസ് മൈലത്തോട്ടത്തിൽ, ശിവഗിരി മഠം ദേവതീർത്ഥ സ്വാമികൾ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. DKLM അടിമാലി മേഖലാ ചെയർമാൻ ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി മുഖ്യപ്രഭാഷണം നടത്തി. പൊതുസമ്മേളനത്തിന് ശേഷം മീലാദ് റസൂൽ സംഗമം നടന്നു. ദക്ഷിണ കേരള ജമിയത്തുൽ ഉൽമ എറണാകുളം ജില്ലാ സെക്രട്ടറി അൽ ഉസ്താദ് മുഹമ്മദ് തൗഫിക് ബദ്രി മീലാദ് റസൂൽ പ്രഭാഷണം നടത്തി. അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി, നൗഫൽ ഭാഗവി, നിസാർ ഭാഗവി, അഷ്റഫ് ഫൈസി, അനസ് ഇബ്രാഹിം, സുനീർ കാരിമറ്റം എന്നിവർ സംസാരിച്ചു. വിവിധ മസ്ജിദുകളുടെ ഇമാമുമാർ, കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മല്ലഹ് കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം അടിമാലിയിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും ഒരുക്കി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.